പണ്ടേ അവൻ എന്നെ കണ്ടൂടാ. അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? പറഞ്ഞു. എന്താ പറഞ്ഞേ? ഏതൊരു ബിഗ് ബോസ് സീസണിന്റെയും മഹാഭാഗ്യമാണ് റിയാസ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി. മത്തായി ചേട്ടൻ നല്ലൊരു മനുഷ്യനാണെന്ന് വിഷമം പറഞ്ഞാൽ മതി. മത്തായി ചേട്ടന്റെ മനസ്സലിയൊന്നും പറഞ്ഞു. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ഏതൊരു മത്സരാർത്ഥിയെയും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദൃഢപ്രതിജ്ഞ എടുത്ത, സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ സമൂഹത്തെ കൊണ്ട് ചേർത്ത് പിടിപ്പിക്കാൻ ശേഷിയുള്ള ഒരു മികച്ച മത്സരാർത്ഥിയാണ് റിയാസ്. അത് ഇതൊക്കെ എന്ത് സീസൺ 4 റോബിന് വലിയ ഒരു ഇഷ്ടം ജനങ്ങൾക്കിടയിൽ നിന്ന് മേടിച്ചു കൊടുക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച ആളും നമ്മുടെ റിയാസാണ്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ സീസണിൽ എനിക്ക് റിയാസിനോട് നന്ദിയുണ്ട്. അത്രയ്ക്ക് കടപ്പാടും നന്ദിയുണ്ട് എനിക്ക് അത്യാവശ്യം പ്രേക്ഷകർക്കിടയിൽ കയ്യടി മേടിച്ച് തരാൻ പറ്റിയ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഈ റിയാസിൻ്റെ ഗുണമാണ്. അങ്ങനെ 1000 നന്ദി തന്നോട് എനിക്ക് പറയാനുണ്ട്. കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് അധികം അനങ്ങാതിരുന്ന ഷാനവാസ്, അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ഫയറാക്കി മാറ്റാനും നമ്മുടെ റിയാസിന് കഴിഞ്ഞു. നമ്മുടെ ലക്ഷ്മിയെ ഏറ്റവും മികച്ച രീതിയിൽ വോട്ടിങ്ങിൽ ഒരു വലിയ കുതിപ്പുണ്ടാക്കി കൊടുക്കുന്നതിൽ റിയാസിന് കഴിഞ്ഞു. ഞാൻ ഒറ്റുകാരനായും പറ്റുകാരനായും പറ്റിക്കൽക്കാരനായും പല ടൈപ്പിൽ വരും. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും LGBTQ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും വാദിക്കാനും അവരെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന് അവരെ സമൂഹത്തെ മൊത്തം കൊണ്ട് വെറുപ്പിച്ച, അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാർക്ക് വലിയ പിന്തുണ നേടിക്കൊടുക്കാൻ റിയാസിന് കഴിഞ്ഞു എന്നതിൽ റിയാസിനെ സപ്പോർട്ട് ചെയ്യുന്ന LGBTQ കമ്മ്യൂണിറ്റിയുടെ ആൾക്കാർക്കും അഭിമാനിക്കാം. സത്യം പറഞ്ഞാൽ ഷാനവാസെ താങ്കൾ കാണിച്ചത് വളരെ മോശമാണ്. സമ്മതിച്ചരാ നിന്റെ ചങ്കൂറ്റം. എടാ പോടാ എന്നൊക്കെ വിളിച്ച് സംസാരിക്കേണ്ടത് ആണുങ്ങളെയാണ്. ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? ആണുങ്ങളെയുടെ മുഖത്ത് നോക്കി വിളിക്കേണ്ട വിളി റിയാസിനെ നോക്കി വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അയാൾക്ക് മാനസിക വിഷമം ഉണ്ടാവും. അതല്ല ഉദ്ദേശം. ഞാൻ